സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് പ്രധാന വാദം. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെന്നും സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്നും നിർമ്മല കോളേജിന് അധികാരികൾക്കും സംരക്ഷണമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാദമിക അന്തരീക്ഷം തകിടമറിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസിൽ നിസ്കാരം നടത്തുന്നതിന് മുറി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും മുദ്രാവാക്യം മുഴക്കി സമരം ചെയ്യുകയുമാണ് ഉണ്ടായത്. നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധുതയുമില്ലാത്ത ഇത്തരമൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് കോളേജ് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് കേരളത്തിലെ പ്രബലമായ 2 വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകിയെന്ന സാഹചര്യം ആശങ്കയുളവാക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പുറകിലുള്ള ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കണം. കൂടുതൽ അനിഷ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നിർമ്മല കോളേജിനും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും നിലവിലിപ്പോൾ തങ്ങൾ അത്തരമൊരു കാര്യത്തിന് പിന്തുണച്ചിട്ടില്ല എന്ന് പറയുകയാണ് SFI. സത്യത്തിൽ കരഞ്ഞു മെഴുകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തരത്തിലേക്ക് എത്തുകയാണ്. നിർമ്മല കോളേജിലായിരിക്കും ഇന്ന് എങ്കിൽ നാളെ മറ്റു കോളേജിൽ വേണമെന്ന ആവശ്യമായി വന്നു കഴിഞ്ഞാൽ കളി പഠിപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. കോളേജ് അടച്ചുപൂട്ടിയാലും ഇതിനൊന്നും അനുവദിക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ഖാസയും അഭിപ്രായപ്പെട്ടിരുന്നു. സംഭവം SFI പേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി SFI സമരം നടത്തിയെന്ന വ്യാജ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ മതേതരമായി നിലനിർത്തുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ് ഈ SFI. ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീട് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് SFI എന്നാണ് ഇവിടെ പറയുന്നത്. SFI പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി SFI സമരം സംഘടിപ്പിച്ചിട്ടില്ല എന്നും 2 വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയെന്നുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം SFIയുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഘപരിവാറും ഖസ കേന്ദ്രങ്ങളുടെ കുബുദ്ധിയുമാണെന്നാണ് പറയുന്നത്. SFI ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ക്യാമ്പസിൽ പഠിക്കുന്ന സംഘടനയ്ക്ക് നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല എന്നും സംഘപരിവാർ ഖാസ നുണ ഫാക്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന നുണ സോഷ്യൽ മീഡിയയിലെ ഇടത് പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നത് ഖേദകരമാണെന്നുമാണ് SFI പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്.